ലെക്സ് ഡിഫൻ പ്ലാറ്റ്ഫോമിലെ ഒരു ലോഗ് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് മെയിൻ ചാനലിലാണ്. ഇവിടെ ഇവൻ്റ് ID 263 ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ടേക്ക് ഓണർഷിപ്പ് കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചാനലിൽ പോയാൽ അവിടെ ആ ലോഗ് കാണാം. അവിടെ നിന്ന് ക്രിയേറ്റ് കേസ് കൊടുക്കും. അപ്പോൾ അത് കേസ് മാനേജ്മെൻറ്റ് ടാബിൽ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ടാബിൽ ഓപ്പൺ സെക്ഷനിൽ പോയാൽ ഏതൊക്കെ കേസാണ് ഓപ്പൺ ആയിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഇവൻ്റ് ID 263 അവിടെ ഉണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഒരു പ്ലേ ബുക്ക് കിട്ടും. ആ പ്ലേ ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പറായി ഈ റൂൾ അനലൈസ് ചെയ്യാൻ പോകുക. പക്ഷേ അതിന് മുമ്പ് എല്ലാ ടാബ്സും ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. മോണിറ്ററിംഗ് ടാബ്, ലോഗ് മാനേജ്മെൻറ്റ് ടാബ്, എൻഡ് പോയിന്റ് എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഓപ്പൺ ചെയ്ത ശേഷം പ്ലേ ബുക്ക് എടുത്തു വെച്ചാൽ അവിടെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടൊരു കൊടുത്തിട്ടുണ്ടാവും. റൂൾ നെയിം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. റൂൾ നെയിം കണ്ടുപിടിക്കുക, പിന്നെ ഏത് ഡിവൈസസ് ഒക്കെയാണ് ഇത് ട്രാഫിക് ഉണ്ടായിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുക. എന്നാലേ നമുക്കിതൊരു ഫാൾസ് പോസിറ്റീവ് അലേർട്ടാണോ ട്രൂ പോസിറ്റീവ് അലേർട്ടാണോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചാനലിൽ പോയാൽ റൂൾ നെയിം കാണാം. അത് വെബ് അറ്റാക്കാണ്. അപ്പോൾ വെബ് അറ്റാക്കിനാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ റൂൾ നെയിം പറഞ്ഞ ഒരു ആർബിട്രറി ഫയൽ റീഡ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ്. അതിൽ പിന്നെ ഒരു റിക്വസ്റ്റ് കാണാം ETC പാസ്വേഡ് പറഞ്ഞിട്ട്. ഇത് പോസിബിളി ഒരു അറ്റാക്ക് ആവാനാണ് ചാൻസ്. പക്ഷെ എന്നാലും നമ്മൾ ഫുള്ള് അനലൈസ് ചെയ്തിട്ട് ഇത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കൊടുത്ത് പ്ലേ ബുക്കിൽ നെക്സ്റ്റ് കൊടുത്തു വെച്ചാൽ അവിടെ വേറെ കുറേ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർഷിപ്പ് ഓഫ് IP അഡ്രസ്സ്, ഡിവൈസസ്, ഇൻ്റർനെറ്റിനാണ് ഈ ട്രാഫിക് വരുന്നതെങ്കിൽ ആ IP അഡ്രസ്സ് സ്റ്റാറ്റിക് ആണോ, ആരാണ് ഇത് ഓൺ ചെയ്തിരിക്കുന്നത്, IP അഡ്രസ്സ് റെപ്യൂട്ടേഷൻ, IP അഡ്രസ്സിൻ്റെ റെപ്യൂട്ടേഷൻ നോക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ എൻഡ് പോയിന്റ് സെക്യൂരിറ്റിയിൽ പോയി വെച്ചാൽ അവിടെ നമ്മളുടെ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് കൊടുക്കുക, ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് കൊടുത്തു വെച്ചാൽ ഏത് ഡിവൈസ് ആണെന്നുള്ള ഐഡിയ കിട്ടും. CP സ്പാർക്ക് ഗേറ്റ്വേ വേണ്ട അവിടെ അത് വന്നിട്ടുണ്ട്. ഇതൊരു ഹോസ്റ്റ് നെയിം CP സ്പാർക്ക് ഗേറ്റ്വേ, IP അഡ്രസ്സ് 172.162.120.146. പിന്നെ അതൊരു ചെക്ക് പോയിന്റ് ആണ്, R80.20. അഡ്മിനാണ്. അതൊരു അഡ്മിൻ ആയതുകൊണ്ട് എന്തെങ്കിലും അറ്റാക്ക് സംഭവിച്ചാൽ ഡാറ്റ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴാണ് ലാസ്റ്റ് ലോഗിൻ ചെയ്ത ഡേറ്റ് ജൂൺ 5, 2024, 9:05. ഇപ്പോൾ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സോഴ്സ് IP അഡ്രസ്സിൻ്റെ റെപ്യൂട്ടേഷൻ ചെക്ക് ചെയ്യലാണ്. അതിന് ഫസ്റ്റ് ടൂളായി യൂസ് ചെയ്യുന്നത് വൈറസ് ടോട്ടൽ. സോഴ്സ് IP അഡ്രസ്സ് കോപ്പി ചെയ്ത് വൈറസ് ടോട്ടലിൽ കൊണ്ട് കൊടുത്താൽ അനലൈസ് ചെയ്ത് IP അഡ്രസ്സിൻ്റെ റെപ്യൂട്ടേഷൻ കാണിച്ചു തരും. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു മാൾവെയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കൊണ്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇത് ഓട്ടോണമസ് സിസ്റ്റം, ചൈന യൂണിക്കോൺ ഗ്ലോബൽ പറഞ്ഞിട്ടൊരു ഇതെന്നാണ്. പിന്നെ കൺട്രി HK, ഹോങ്കോങ്, കോണ്ടിനെന്റ് ഏഷ്യ. ഇത് പോസിബിളി ഒരു മാൾവെയർ IP അഡ്രസ്, ഫ്ലാഗ്ഡ് IP അഡ്രസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഈ വൈറസ് ടോട്ടൽ ഒരു യൂസ്ഫുൾ ആയ ടൂളാണ്. കാരണം ഏതെങ്കിലും ഒരു ഫയലോ മലീഷ്യസ് ഫയലോ അങ്ങനെ എന്തെങ്കിലും അനലൈസ് ഇതിൽ കൊണ്ട് കൊടുത്തു വെച്ചാൽ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ. പിന്നെ അടുത്ത ഇത് യൂസ് ചെയ്യുന്നത് അബ്യൂസൽ PDB. അതിൽ കൊണ്ട് നമ്മുടെ IP അഡ്രസ്സ് കൊണ്ട് കൊടുത്തു വെച്ചാൽ അതിലും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇതും ഫ്ലാഗ്ഡ് ആണ്. 2 ഡാറ്റാബേസിൽ 2 പ്രാവശ്യം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ IP അഡ്രസ് മാർച്ച് 13, 2024 ഫസ്റ്റ് ടൈം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചെക്ക് പോയിന്റ് ഇതേ സെയിം വൾണറബിലിറ്റിക്കാണ് ഇത് ഫ്ലാഗ് ആയിരിക്കുന്നത്. ഇനി അടുത്തത് സിസ്കോ ടാലോസ്. അതിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കൊടുത്തപ്പോൾ വലുതായിട്ട് ഡീറ്റെയിൽസ് ഒന്നും കാണാനില്ല. ഇതിൽ കാണുന്നില്ല. പക്ഷെ മറ്റു രണ്ടത്തിലും ഫ്ലാഗ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത് ഇത് ഏത് ടൈപ്പ് ഓഫ് വെബ് അറ്റാക്ക് ആണെന്ന് കണ്ടുപിടിക്കണം. ഇത് ശരിക്കും ഒരു സൈബർ അറ്റാക്ക് ആണോ എന്ന് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ഇത് മലീഷ്യസ് ട്രാഫിക് ആണോ എന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈറസ് ടോട്ടലിലും അബ്യൂസൽ PDBയിലും അനലൈസ് ചെയ്തപ്പോൾ മലീഷ്യസ് ഒരു ഫ്ലാഗ്ഡ് IP അഡ്രസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു മലീഷ്യസ് ട്രാഫിക് ആണ്. പിന്നെ ഇത് ഏത് ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ് നോക്കണം. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. കമാൻഡ് ഇഞ്ചക്ഷൻ, IDOR, LFI ആൻഡ് RFI, SQL ഇഞ്ചക്ഷൻ, XML, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ്. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ ലോഗ്സും പിന്നെ അതിലെ മോണിറ്ററിംഗ് ടാബിലെ ആ ഇൻവെസ്റ്റിഗേഷൻ ചാനലിൽ പോയി വെച്ചാൽ അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻ ചാനലിൽ പോയി നോക്കിയാൽ ഈ റിക്വസ്റ്റ് ഒരു ETC പാസ്വേഡ് // അങ്ങനെ ETC പാസ്വേഡ് പറഞ്ഞിട്ടൊരു ഇതിനെ ആക്സസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു LFI ഓർ ട്രാവേഴ്സൽ അറ്റാക്കാണ്. ഈ അറ്റാക്കിംഗ് ടൈപ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് അറ്റാക്ക് പ്ലാൻഡ് ആണോ അല്ലയോ എന്ന് അറിയാനാണ്. ചിലപ്പോൾ ഒരു കമ്പനിയിൽ അവരുടെ തന്നെ പെനട്രേഷൻ ടെസ്റ്റേഴ്സോ അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. ഈ എന്തെങ്കിലും വെബ്സൈറ്റിൽ
എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അപ്പോൾ അത് അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒഫീഷ്യൽ മെയിൽസ് അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ടാവും. അപ്പോൾ മെയിൽ ടാബിൽ പോയിട്ട് നമ്മുടെ IP അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും മെയിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇതൊരു പ്ലാൻഡ് അറ്റാക്ക് ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇനി ഇവിടെ ഡയറക്ഷൻ ഓഫ് ട്രാഫിക് അതായത് കൊടുക്കുന്നത് കമ്പനിയിൽ നിന്നൊക്കെയാണോ, കമ്പനിയിൽ നിന്ന് ഇൻ്റർനെറ്റിലേക്കാണോ, ഇൻ്റർനെറ്റിൽ നിന്ന് കമ്പനിക്കാണോ. നമ്മളെ IP അഡ്രസ്സ് എല്ലാം വെച്ച് അനലൈസ് ചെയ്തപ്പോൾ ഇതൊരു ഇൻ്റർനെറ്റിൽ നിന്ന് കമ്പനി നെറ്റ്വർക്കിലേക്ക് വന്ന ഒരു ട്രാഫിക് ആണെന്ന് മനസ്സിലാക്കാം. അറ്റാക്ക് ഇനി സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. സക്സസ്ഫുൾ ആണോ ഫെയിലിയർ ആണോ കണ്ടുപിടിക്കാൻ നമുക്ക് ലോഗ് മാനേജ്മെൻറ്റിൽ പോയി അനലൈസ് ചെയ്ത് നോക്കണം. അതിന് സോഴ്സ് IP അഡ്രസ്സ് വെച്ച് ലോഗ് മാനേജ്മെൻറ്റ് പേജിൽ പോയി സോഴ്സ് IP അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്യുക. അപ്പോൾ 2 ലോഗ്സ് വന്നത് കാണാം. ഡീറ്റെയിൽസ് എല്ലാം അതിൽ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫയർവാൾ ആണ്, സോഴ്സ് IP അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ IP, പോർട്ട്, ക്ലയൻറ്റിൻ്റെ URL എന്താ സെർച്ച് ചെയ്യാൻ നോക്കി. ഇത് പിന്നെ മൊസില്ല ഫയർഫോക്സ് വഴിയാണ് ഇത് ആക്സസ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കാണാം. അങ്ങനെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു HTTP റെസ്പോണ്ട് കണ്ടു 200 എന്ന് പറഞ്ഞിട്ട്. ബ്രൗസറിൽ 200 റെസ്പോൺസ് പറഞ്ഞാൽ അത് സക്സസ്ഫുള്ളി റിക്വസ്റ്റ് ചെയ്ത പേജ് ആക്സസ് ചെയ്യാൻ പറ്റിയെന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സക്സസ്ഫുൾ അറ്റാക്ക് ആണെന്ന്. അറ്റാക്ക് സക്സസ്ഫുൾ ആയതുകൊണ്ട് പ്ലേ ബുക്കിൽ S കൊടുക്കുക. ഇനി അടുത്തത് കണ്ടെയ്ൻമെൻ്റ് ആണ്. കാരണം ഇതൊരു ഡിവൈസ് കോംപ്രമൈസ് ആയതുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തിനെ ഐസൊലേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറൊരു സിസ്റ്റത്തിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് എൻഡ് പോയിന്റ് സെക്യൂരിറ്റിയിൽ പോയി കണ്ടെയ്ൻമെൻറ്റ് ഫീൽഡ് ഓണാക്കി ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ആ സിസ്റ്റം ഐസൊലേറ്റഡ് ആകും. വേറൊരു സിസ്റ്റം അഫക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ നെസസറി ഡീറ്റെയിൽസ് കൊടുത്ത് അതിന് ഒരു ഡോക്യുമെൻ്റയിലാണ് IP അഡ്രസ്സ് എന്താണെന്ന് കൊടുക്കുക, ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് കൊടുക്കുക, അങ്ങനെ പിന്നെ ഏത് URL ആണ് ആക്സസ് ചെയ്യാൻ നോക്കിയത്, അങ്ങനത്തെ വാല്യൂസ് എല്ലാം കൊടുത്ത് അത് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ പോവുക. പിന്നെ ഇത് ടയർ 2 SOC അനലിസ്റ്റിനെ എസ്കലേറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഏതൊരു ലോഗ്സ് വന്നാലും ടയർ 1 SOC അനലിസ്റ്റ് ആയിരിക്കും അനലൈസ് ചെയ്യുക. അതിനുശേഷം അത് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ടയർ 2ലേക്ക് എസ്കലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സക്സസ്ഫുൾ അറ്റാക്ക് ആയതുകൊണ്ടും ഹൈ വൾണറബിലിറ്റി ആയതുകൊണ്ടും ഇത് നമ്മൾ എസ്കലേറ്റ് ചെയ്യണം. ഇപ്പോൾ S കൊടുക്കുക. ഇനി ഇവിടെ അനലൈസ് നോട്ട് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ച ഈ അനലൈസിൽ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിച്ചോ അതെല്ലാം വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്നാലേ ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതുപോലെ അറ്റാക്ക് വന്നാൽ ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതും കൂടി കൊടുത്തതോടെ പ്ലേ ബുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ചാനലിൽ പോയിട്ട് ക്ലോസ് അലേർട്ട് ചെയ്ത് വെച്ചാൽ ട്രൂ പോസിറ്റീവ് ആണോ ഫാൾസ് പോസിറ്റീവ് ആണോ പറഞ്ഞിട്ട് അവിടെ കാണാം. ഈ അലേർട്ട് ട്രൂ പോസിറ്റീവ് ആണ്, നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായി. പിന്നെ അവിടെയും നമ്മൾ ഡോക്യുമെൻ്റ് നോട്ട് എഴുതണം. അത് സിമ്പിളായിട്ട് ഒന്ന് കൊടുത്താൽ മതി. അടുത്തത് ഇനി ക്ലോസ് ചെയ്ത ശേഷം ക്ലോസ് അലേർട്ടിൽ പോയി വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇത് എത്ര ശരിയാക്കി, എന്തെല്ലാം മിസ്റ്റേക്ക് വരുത്തി പറഞ്ഞിട്ടൊരു പോയിൻറ്റ്സും നോട്ട്സും എല്ലാം കാണാം.